എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം മക്കൾ 3 പേരും വന്നതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൽമാൻ വന്ന് ഡ്രസ്സൊക്കെ മാറി വന്നടൻ തന്നെ നമ്മൾ ആ കർമ്മത്തിലേക്ക് കടക്കുവാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഉള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വന്നു കഴിയുമ്പോഴേക്ക് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കത്തൊന്നുമില്ല. പെട്ടി കൊണ്ടുവന്നത് വന്ന പാടെ അങ്ങ് പൊട്ടിക്കലാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പം അങ്ങനെതാ നമ്മുടെ സൽമാൻ പെട്ടി പൊട്ടിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഉമ്മ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൽ നിങ്ങൾ ആരും വലിയ ആകാംക്ഷയൊന്നും കൊടുത്തിരിക്കരുതെന്ന്. അപ്പം എത്ര ഒന്നും ഇല്ലാന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഒരു ഉത്കണ്ഠ ആയിരിക്കുമല്ലോ ഇതിനുള്ളിൽ എന്താണെന്ന്. അപ്പം നിങ്ങളും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു. അതെന്താ സ്പെഷ്യലായിട്ട് മാക്ക്? ഇതെനിക്ക് സൽമാന് എൻ്റെ ഒരു ഫ്രണ്ട് നാഫിയ കൊടുത്തുവിട്ടതാണ്. പുള്ളിക്കാരിക്ക് ദിൽസെ ഫോർ യു എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പം എനിക്കായിട്ട് കൊടുത്തുവിട്ടത്. അപ്പം ഞാനിത് കുക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി എന്തുണ്ട് മാക്ക്? നെക്സ്റ്റ് ഓ ഇത് മറ്റേ അവിടുത്തത് എവിടെ ഒരു കപ്പോടെ പോയി കാവ കാവ സ്പൂണല്ല എടുത്ത് മാറ്റി. ഓക്കെ നെക്സ്റ്റ് മാറ്റി കൊള്ളാം. അങ്ങോട്ട് ഫബി അളവെങ്ങനെ മനസ്സിലായി? ഇതുപോലത്തെ ഒരെണ്ണല്ലേ നമ്മള് ഫാബ്രിക് നോക്കിയതില് ഇതേപോലത്തെ കളർ തന്നെ. അടി അവിടെ നിന്നാലും അളവ് കറക്റ്റ് അറിയാലോ. കൊള്ളാമോളെ? അല്ല നിനക്കുള്ള അവള് പറഞ്ഞില്ലല്ലോ. ശരിക്കും ഇത് പണ്ട് നമ്മള് ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ പണ്ട് കൊണ്ടുവരും ഈ ഒരു മെറ്റീരിയൽ. നോക്കട്ടെ അത് വെച്ച് നോക്ക്. ഇത് വെണ്ണം കൂടില്ല, ഇത് ലൂസായിരിക്കും. അത് കെട്ടുള്ളതാ. ഇഷ്ടമായ ഫാബി? ഭർത്താവിന്റെ സെലക്ഷൻ ഏതാ ഇഷ്ടപ്പെട്ടത്? പറ കുട്ടി. കാവ കാവല്ലോ നമുക്കും കൂടി എന്തെങ്കിലും. സൽമാൻ ഇത് അവനോട് തരാം. ഇല്ല ഇങ്ങനെ സുൽത്താനത്ത് ചോദിച്ചാലോ ഇത് വേണോന്ന്. ഇത് കൊർക്കുമാസിന്റെ പാനാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ പറയത്തില്ലേ, നമ്മള് പാനൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കണം എന്നുള്ളത്. ഇത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ സൽമാന്റെ അടുത്ത് പറഞ്ഞിട്ട് വരുത്തിച്ചിരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടാ. യാർക്ക് ഫാബിക്കുട്ടി പിടി. ഇത് നല്ല സംഭവമാണ് കേട്ടാ. ഇത് ഞാന് നമ്മളന്ന് ദുബായി പോയപ്പോ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പം ഇതിപ്പോ ഞാൻ പറഞ്ഞതല്ല, അവ വാങ്ങിക്കൊണ്ടതാണ്. അടിപൊളി. ഇത് പറ്റിയ പണ്ടത്തെ ശീല ഇടുന്ന ഒരു ഇത് തിരിച്ചാണ് അല്ലല്ല ഇങ്ങനെ നീ പാക്കിംഗ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടാവുന്നത്. വർഷം എത്ര ഇപ്പോഴും കാർട്ടൂൺ സിസ്റ്റം ഉണ്ടല്ലോ ഇപ്പോഴും. അവൻ പറഞ്ഞിട്ടില്ലേ എന്റെ പാൻ കരുതിയാണ് അവന് കാർട്ടൂണിൽ കൊണ്ടുവരേണ്ടി വന്നത്. അതായത് കണ്ടോ, ഇത് സെറ്റാണ് കേട്ടോ. അത് നമ്മുടെ സൽമാന്റെ അഴിച്ച് ചോറ് വെച്ചിട്ട് കുറെ കാലമായി ഒരു പാൻ ഇല്ലാതിരുന്നിട്ടാണ്. ഇത് അപ്പൊ വന്നതുകൊണ്ട് ചിലപ്പോ ഈ ചോറോ കറിയൊക്കെ ഉണ്ടാക്കും തോന്നുന്നു. ഒന്നുമില്ല റമിക്ക്. ഇനി ഒരു ലിഡ്. ഇത് സ്ഥിരമുള്ള നമ്മൾക്ക് പ്രിയപ്പെട്ടതാണ് മാമൂൽ. ഇത് മാവ് മാമൂലല്ല മാവ്. ഇത് ഒറിജിനൽ. ഇത് നല്ലതാണ്. ഇത് പോരാ കേട്ടാ. നീ പിന്നെ എന്തിനാണ് ഇത് വാങ്ങിച്ചത്? ഞാൻ അവസാനം എല്ലാം എടുത്തിട്ട് കാണിക്കാം. കാണിക്കട്ടെ അവര് കാണട്ടെ സൽമാൻ എന്തൊക്കെ കൊണ്ടുവന്നു. എനിക്ക് വയ്യ. ഇത് ഞാൻ പൂ ചോദിച്ചപ്പം പൂന്തോട്ടം തന്നെ തന്നു എന്ന് പറഞ്ഞ മതി. ടോപ്പ് ഉണ്ട്. അപ്പൊ ടോപ്പില്ല അതിന്? അതിന് ടോപ്പില്ലേ?
സുൽത്താൻ restaurant. ഞാൻ വിചാരിച്ചു ഫാബിക്കുന്നു. അടുത്ത ഫാബ്രിക്. മറ്റേ ടോപ്പ് ചോദിച്ചില്ലേ? ഇത് ഇനി വേറെ പാന്റിന്റെ കൂടെ ഇട്ടിട്ട് 89 ദിർഹം. ഓക്കേ. ഫാബി ഇങ്ങനെ നിനക്ക് കൊണ്ടുവന്ന സാധനം ഇതെന്താണ്? അത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. സംഭവം എപ്പോഴും നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കണ്ടേ. സുൽത്താൻ സുൽത്താൻ കുറച്ച് സമയം കുറച്ച് സാധനങ്ങള് കുക്കിംഗ് സാധനങ്ങളൊക്കെ ബേക്കറി ഉമ്മ പാത്രം ഭാവിക്ക് ഒന്നുമില്ലാത്ത രണ്ട് വ്യക്തികളേ ഉള്ളൂ ഇവിടെ. റിസ്വാനും അങ്ങനെ നോക്ക് എന്റെ അടുപ്പെത്തും. ഇതാണ് വാങ്ങിച്ച സാധനം. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് വാങ്ങിയത്. അത് വാങ്ങിക്കാൻ ചെന്നപ്പോഴാണ് നമ്മുടെ സൽമാൻ ഇത് ഫാബിക്കുള്ളതാ. അവന്റെ കൂടെ അവന്റെ ഏപ്പിൽ തുറ നിനക്കല്ലേ അറിയൂ നീ പാക്ക് ചെയ്ത് വെച്ചത്. അത് വലിച്ചെടുക്കല്ലേ നഫെ കാണട്ടെ. നാഫെ എന്താ പേര്? നാഫിയ. ഉമ്മാക്കല്ലെങ്കിൽ ഫാബ്രിക്. മാമിക്ക് അല്ലെങ്കിൽ മരുമോക്ക്. ഇത് ഞാൻ ഇട്ടാൽ എങ്ങനെ ഇരിക്കും guys? ഇത് ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയ ദിൽസെ ഫോർ യുന്റെ ആ മഞ്ഞ അതിന്റെ അകത്ത് ഇരിക്കുന്നതാണ്. സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. രണ്ട് സുൽത്താൻ ബിരിയാണി എന്ത് പ്രാവശ്യമല്ല സുൽത്താൻ കുക്കിംഗ് മെറ്റീരിയൽസ്. എത്ര പോയതാ അടുത്തത്? വലുത് ചെറുതൊക്കെ അവന് കൊടുത്തരാ ഉടുപ്പ്, വലുതൊക്കെ സുൽത്താൻ എടുത്തരാം. ആ അയ്യോ ഇതോ എന്താണ്? ഉമ്മ അല്ലെങ്കിൽ ഫാബി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായ? ഉമ്മ അല്ലെങ്കിൽ ഫാബി. ഫാബിയെ മനസ്സിൽ കണ്ടവൻ വാങ്ങിയത്. പിന്നെ ഇവിടെ വന്ന് ഉമ്മക്കൊന്നും ഇത് മറ്റേ WPS പോലെ ആവല്ലേ? അത് ശരി, വാങ്ങിച്ചാക്കറിഞ്ഞ അത് കസ്റ്റംസ് എന്റെ കപ്പ. അപ്പോൾ ഈ ഒരു മഗ് ഞാൻ സലുവിൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പേടിയുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ പൊട്ടോ എന്നുള്ളത്. എന്തായാലും അൽഹംദുലില്ലാ പൊട്ടാതെയൊക്കെ സംഭവം എന്താ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയുണ്ടോ? ഇന്നെന്താണാവോ? ഓ പാപ്പാക്കായിരിക്കും. ഇല്ല കൊച്ചാക്ക്. നൈസ്. പാപ്പ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതാ ഇരിക്കുന്നുണ്ടാ. എനിക്ക് വേണ്ട സ്പ്രേ. അപ്പൊ സ്പ്രേ അടിക്കും നാറ്റോ. ഞാൻ കുളിക്കല്ലേ എന്ന് ഞാൻ താങ്ക് യു. ഒരു മൈക്ക് വേണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പാപ്പ അറിഞ്ഞത് ഒന്നുമില്ലാത്ത റിസ്വാനാണ്. നോക്കി മോൻ നോക്കി റിസ്വാന്റെ എല്ലാം പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് ആരും എന്തോന്നും ഞാൻ പറയില്ല, കണ്ണാ മതി. സെലക്ഷൻ ആയിട്ടല്ലോ ചെക്കാൻ നിനക്ക്. ഉമ്മാക്ക് മാത്രം ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അല്ല നീ മനസ്സിൽ കണ്ട ആൾക്കാരെ പറ, അത് കാണാതെ നീ വാങ്ങിക്കില്ല. ഞങ്ങളൊന്നും സ്വർണ്ണം ഇടൂല. അറിഞ്ഞൂടെ നീക്ക് 4 വാങ്ങിച്ചിരിക്കുന്നു. ഇത് ഫാബി, ഉമ്മ, കൊച്ചു, ഉമ്മച്ച. ഓ ആ 4 ഒക്കെ പോട്ട്. നീ ഒരാൾ അടുത്തിരിക്കുന്ന ആളിന് അവൻ കരയുന്ന അറ്റം എത്തി. ഇതാ കരയും. സെലക്ഷൻ നിങ്ങൾ പറയണം കേട്ടോ. ഏതാണ്? ഞാൻ ക്ലിയർ ചെയ്ത് കാണിക്കാം. ശമ്പളം തീർന്ന് വെയിറ്റ് അല്ലേ സലു? അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഒരു കാർഗോ ഇട്ടല്ല അല്ലേ? ശമ്പളം ഉണ്ട്, പിന്നെ എന്താണ് വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് മുട്ടായി പോലും വാങ്ങാൻ പറ്റാത്തത്. കരഞ്ഞോ ഗൈസ്? പാപ്പാക്ക് ഒരു ഇതൊക്കെ സ്പ്രേയെങ്കിലും കിട്ടി. ഞാൻ
എന്നാലും നീ എടുത്തു തീർന്നില്ല. ഇല്ല അതുപോലെ കഴിയില്ല. സൽമാൻ കൊറേ പെർഫ്യൂം വെച്ചില്ലേ, അവനെ മനസ്സിൽ കണ്ടോണ്ടാണ് സൽമാൻ പെർഫ്യൂം എടുത്ത് വെച്ചത് ഇല്ലേ? ഇത് അവന് ഇഷ്ടമുള്ളത് തന്നെ മറ്റേ അങ്ങോട്ട് വെച്ചെന്നു. ഇത്രയും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യമാണ് സൽമാൻ ഇത്ര അധികം സാധനം വാങ്ങിച്ചുള്ളത്. നിങ്ങൾ ഓരോ പ്രാവശ്യം സലു വരുമ്പോഴേക്കും പെട്ടി പൊട്ടിക്കണം നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ സലു? ആര് പറഞ്ഞു? കഴിഞ്ഞ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിന് മുമ്പ് വന്നിട്ട് പിന്നെ ഉള്ള കാര്യമാണ്. ഇപ്പൊ ലോട്ടറി അടിച്ചത് ഉമ്മായും മോളും തന്നെ. നോക്കട്ടെ മോളെ മുഖം നോക്കട്ടെ. ഉമ്മായും മോളുമാണ് ലോട്ടറി അടിച്ചത്. നമ്മളൊക്കെ ചെറിയ ചെറിയ ഈ എന്ത് ലാസ്റ്റ് നമ്പറൊക്കെ ഉള്ള ചെറിയ പ്രൈസ് ഇട്ടില്ലേ. അപ്പൊന്നും പറയണ്ട, അവൻ കിട്ടി. ഞാൻ ഈ സ്ഥലത്ത് എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഇതിന് ഏറ്റവും ഇഷ്ടമുള്ളത് എടുത്തോളൂ. പിന്നെ സൽമാൻ ഒരു മോളിൽ ചെന്നപ്പോഴേക്ക് അവിടെ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ ഇതുപോലെ എഴുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എഴുതി കൊടുക്കുന്നതിന് പൈസയൊന്നും അദ്ദേഹം വാങ്ങിക്കുന്നില്ലാന്ന്. പക്ഷെ അവൻ 2 എണ്ണം ഇതുപോലെ എഴുതി വാങ്ങിച്ച ശേഷം ഫ്രെയിം ചെയ്യിച്ചെടുത്തു. ഫ്രെയിം ചെയ്യിക്കുന്നതിന് പൈസ കൊടുക്കണം. ഇത് സിറിയെന്ന് എന്റെ ടീംമേറ്റ് കൊണ്ടുവന്നത്. ഇത് എന്റെ പേര് സൽമാൻ. സൽമാൻ തുറക്കുന്നത് ഫ്ലാസ്കാ? ഫ്ലാസ്ക് ആണ്. ടെമ്പറേച്ചർ കാണിക്കുന്നത്. ടെമ്പറേച്ചർ കാണിക്കും. ഇത് സിറിയയില് ഓൾഡ് ഡമാസ്കസ് അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഇത് അവിടെ നിന്ന് ദുബായ് കണ്ട് ഇപ്പൊ നാട്ടിലെത്തി. അപ്പൊ ഒരു കാര്യം ഇതിനെടുത്ത് ഷെൽഫിലോട്ട് പോയി ഉപയോഗിക്കണ്ട. അങ്ങനെ നമ്മൾ പെട്ടി അൺബോക്സിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് 3 പേര് അൺബോക്സിംഗ് കണ്ടു. പെട്ടി കണ്ടു. കഞ്ഞി അറിയല്ല, അത് നീ അറിയില്ലേ? അത് പറഞ്ഞുതരാം വിശേഷം. പിന്നെ നമ്മളുടെ അമൃതേന്ന് വന്ന കഴുകാനുള്ള തുണികളുള്ള പെട്ടി കണ്ടു. ദുബായ്ക്കാരന്റെ പെട്ടി കണ്ടു. എവിടത്തെ പെട്ടിയാണ് കാണേണ്ടത്? അവിടെ എല്ലാം പെട്ടികളും കാണിച്ചു. അപ്പോൾ ക്യാമറമാൻ നിസാറിനൊപ്പം സലു കിച്ചൻ ഫാമിലി എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളിന് രാവിലെ തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ ചെറിയ പെരുന്നാളിന് നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈ ലൈറ്റായിട്ട് എല്ലാവരും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു എന്തായാലും ഉമ്മ ഉണ്ടാക്കി എടുത്ത് വെച്ചതല്ലേ, ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് കഴിച്ചിട്ട് തന്നെ പോകാൻ, 2 പ്രാവശ്യമൊന്നും വന്നിട്ട് കഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നോമ്പൊക്കെ കഴിഞ്ഞ് ഉള്ള ആ ഒരു ടൈമല്ലേ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇതുപോലെ ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതും വളരെ സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നതെന്ന്. കാരണം 3 പേർക്കും കൂടി ഇഷ്ടമുള്ള സംഭവം വേണ്ടേ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ആദ്യം ഞാൻ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച്, പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, എല്ലാം കൂടി എന്തിനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഐറ്റത്തിൽ മാത്രമായിട്ട് ഒതുക്കിയത്. അപ്പൊ ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പം ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ പോണത് പേരൂർക്കട പള്ളിയിലാണ്. പേരൂർക്കട പള്ളിയിൽ 8 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം. അപ്പോൾ ഓരോ പള്ളിയിൽ ഓരോ ടൈമിങ്ങിലാണ് നിസ്കാരം നടക്കുന്നത്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ പള്ളിയിൽ ചെല്ലുമ്പോൾ ചിലപ്പം സ്ഥലം ഉണ്ടാവാൻ ബുദ്ധിമുട്ട് വരും, പിന്നെ കാർ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പം നേരത്തെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിലേക്ക് കാർ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ അത്യാവശ്യം റോഡ് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണിത്. അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും പരിചയക്കാരൊക്കെ ഇതേ ഹഗ് ചെയ്യാണ്. ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷങ്ങളാണ്. സാധാരണ പള്ളിയിലേക്ക് പോകുന്നതിനേക്കാൾ ഏറെ ഈ പെരുന്നാൾ നിസ്കാരമൊക്കെ ആകുമ്പം കാണാത്ത ഒരുപാട് ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രായമായ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പൊ ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓരോ വർഷവും അങ്ങനെയാണ്, തിരക്ക് കൂടിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളിതാ കാറിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോകണം. പിന്നെ പറ്റുന്നിടത്തോളം ബന്ധുമിത്രാദികളെയൊക്കെ ഒന്ന് സന്ദർശിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുൻപ് നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിലേക്ക് വരണം ഇത്താന്നൊക്കെ. ഇപ്പൊ മക്കളെല്ലാവരും ഉള്ള സമയമാണ്. ഇൻഷാല്ലാ ഞങ്ങൾ ലൈവിൽ വരാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മളടുത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ആ ലൈവിൽ വന്ന് ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മളുടെ പെട്ടി പൊട്ടിക്കലും പെരുന്നാൾ വിശേഷമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത് നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായി കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.